ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. റെസിസ്റ്റൻസും സപ്പോർട്ടും നോക്കി സ്ട്രൈക്കിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വന്ന രീതിയിലുള്ള ഒരു എൻട്രി ടൈപ്പാണ് ഇന്നത്തെ. വിത്തുമായി കണ്ടീഷൻ ആക്ടിവേറ്റ് ആകുമ്പോൾ മാത്രമുള്ള ട്രേഡിങ്. ഇതും സ്ട്രൈക്കിൽ തന്നെയാണ്, പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും കൂടി നോക്കിയിട്ടാണ് ഇന്ന് ട്രേഡ് എടുത്തേക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും അങ്ങനെയാണ് ട്രേഡ് എടുക്കാറ്. നിങ്ങളോട് അങ്ങനെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അങ്ങനെ ഇങ്ങനെയെന്ന് ഞാൻ പറയാറില്ല എന്ന് മാത്രം. കണ്ടീഷൻ അവിടെ ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ പ്യൂർലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസൊന്നും കിട്ടാത്ത പലതും ഈ വീഡിയോയിൽ കിട്ടും. നിങ്ങൾ കേട്ടു വന്ന ശൈലിയിലുള്ള ഒരു വീഡിയോയാണിത്. നിങ്ങൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇത്തിരി എക്സ്ട്രീം വശങ്ങളാണെന്ന് പറയണത്. പലർക്കും സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാൻ നന്നായിട്ട് അറിയണ്ടാവായിരിക്കും, ചിലപ്പോൾ വരയ്ക്കാൻ അറിയണ്ടാവില്ലായിരിക്കും. അപ്പം അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ സ്റ്റഡിയാണ് വേണ്ടത്. ട്രേഡിങ്ങിൽ ഒരു സക്സസ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്പോട്ടിൽ എത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചാലും നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് സ്ട്രൈക്കിലാണ്. അപ്പോൾ സ്ട്രൈക്കിൽ കണ്ടീഷൻ ആക്ടിവേറ്റ് ആയാലും ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ സ്പോട്ടിൽ അങ്ങനെ ട്രേഡ് ചെയ്യണവർക്ക് അങ്ങനെ ട്രേഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതിനെതിരൊന്നല്ല, നമ്മളും വാക്കം നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണത്. പക്ഷെ ഞാൻ ഇത്തിരി ഒന്ന് അഡ്വാൻസ്ഡ് ലെവലിൽ ചെയ്യണതെന്ന് മാത്രം, സ്ട്രൈക്കിലും കൂടി നോക്കുന്നു മാത്രം, വേറെ ഒന്നുമില്ല. സ്പോട്ടിൽ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് ഇന്നുണ്ടായിരുന്ന ട്രേഡിലേക്കൊക്കെ പോകാം. നിങ്ങൾക്ക് കാണാം ഇവിടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് കൊടുത്തിട്ടുണ്ട്, നിഫ്റ്റിയുടെ ലെവൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുത്തതൊക്കെയും സപ്പോർട്ട് റെസിസ്റ്റൻസ് മാത്രമാണ്. ഈ ലൈൻസൊക്കെയും ഈ രണ്ടിലും കൊടുത്തത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലൈൻസാണ്. ഇവിടെയൊക്കെ എത്തുമ്പോൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പം ഇന്നത്തെ നമ്മൾ നോക്കുക. ഇവിടെ ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ 31-ാം തീയതിയാണ് ഡിസംബർ. ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ എന്താ ചെയ്തതെന്ന് നോക്കുക. ഫസ്റ്റ് മിനിറ്റ് ക്യാൻഡിൽ 21,537 എൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ ലൈൻ ഞാൻ വരച്ച് വെച്ചാണത്. അപ്പോൾ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ അതിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അടിയിൽ തന്നെയാണ്, അതിൻ്റെ മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കണത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ലെവൽസ് നോക്കുക. ഇത് ഫസ്റ്റ് മീറ്റിംഗ് തന്നെ അടിയിലേക്ക് വന്ന ശേഷം ആണ് അത് മുകളിൽ പോയി ക്ലോസ് ചെയ്ത് റെഡ് ക്യാൻഡലിൽ ക്ലോസ് ചെയ്തേക്കണത്. അപ്പോൾ നിഫ്റ്റിയുടെയും ബാങ്കിൻ്റെയും വ്യത്യാസം അവിടെ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ നിഫ്റ്റി ചെയ്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലേക്ക് വരിക ചെയ്തത്. അത് സപ്പോർട്ടിൻ്റെ അടിയിലേക്ക് ബ്രേക്ക് ചെയ്ത് അടിയിലേക്ക് പോന്നു. ഇതൊക്കെ നടക്കണ മാർക്കറ്റാണ്. ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ നിങ്ങൾ ഈ സെക്ഷൻ മാത്രം നോക്കുക. അതായത് നിഫ്റ്റി ഇത്രയും ദൂരം അടിയിലേക്ക് എത്തി, മനസ്സിലായില്ലേ? പക്ഷെ ബാങ്ക് എന്താ ചെയ്യണത്? ബാങ്ക് ഈ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്കാണ് പോണത്. അതായത് സി ആണ് ഇവിടെ ആക്റ്റീവ് ആയിക്കണത്, ഈ ലെവല്. നിഫ്റ്റിയിൽ ഇവിടെ എന്ത് സംഭവിച്ചു? അത് അടിയിലേക്കാണ് മാർക്കറ്റ് കണ്ടീഷൻ പോണത്. പക്ഷെ ബാങ്കിൽ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ചാൽ മുകളിലേക്കാണ് മാർക്കറ്റ്. അപ്പോൾ ഇവിടുത്തെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ ഇല്ല മാർക്കറ്റിൽ. അത് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും രണ്ടും രണ്ട് വഴിക്കാണ് പോണത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാര്യം നമുക്ക് ട്രേഡൊക്കെ കിട്ടും, ഇല്ല എന്നൊന്നും പറയാനില്ല. ട്രേഡ് കിട്ടും, ചിലപ്പോൾ ടാർഗറ്റും കിട്ടും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോറിലേഷൻ ഇല്ല. അപ്പോൾ ട്രേഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കാണാം ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അതായത് സപ്പോർട്ടിൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുമ്പോൾ നിഫ്റ്റി സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് വന്നാലും ബാങ്ക് നിഫ്റ്റിയുടെ ഒപ്പം കോറിലേഷനിലായി എന്നാണ് അർത്ഥം. ഫസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. അതായത് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ സപ്പോർട്ടിലാണ് നിൽക്കുന്നത്, മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റി അതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ നിഫ്റ്റിയുടെ ലെവൽസ് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിൻ്റെ മുകളിലേക്ക് നിഫ്റ്റി വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അടിയിലേക്ക് ക്ലോസ് ചെയ്ത് ഈ നിഫ്റ്റി മുകളിലേക്ക് കയറിയാൽ തന്നെ സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് നിഫ്റ്റി കയറി. പിന്നെ ഒരു പോസിറ്റീവ് സംഭവമാണ് പിന്നെ നടക്കാൻ പോണത് മാർക്കറ്റിൽ. പിന്നെ ഈ ഭാഗത്തൊക്കെയാണ് നിഫ്റ്റി പിന്നെ മുകളിലേക്ക് കയറിയേക്കണത്. അതായത് 10.27 നിഫ്റ്റി സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് വന്നേക്കണത്. 10.27 ബാങ്ക് നിഫ്റ്റി എവിടെയാണെന്ന് നോക്കി നോക്കാം. 10.27 ക്യാൻഡിൽ ഈ റെഡ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഒരു സപ്പോർട്ടിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ അതാണ് നമുക്ക് നിഫ്റ്റി എത്ര അടിയിലേക്ക് പോയാലും ബാങ്ക് നിഫ്റ്റി അവിടെ തന്നെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി സിയിലേക്കാണ് വരുന്നത്. ഡിഫിക്കൽട്ട് കണ്ടീഷൻസൊക്കെയാണ് നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത്. ഇപ്പോൾ നിഫ്റ്റി അടിയുന്ന നിഫ്റ്റി ഇപ്പോൾ ഇവിടുന്ന് കയറി തുടങ്ങിയല്ലോ, നിഫ്റ്റി ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോഴാണ് ബാങ്ക് ഇവിടെ നിൽക്കുന്നത്, ഈ കണ്ടീഷനിലാണ് ബാങ്ക് നിൽക്കുന്നത്. നിഫ്റ്റി ഇവിടെ കയറി വന്നിട്ടുള്ളൂ. അപ്പോൾ രണ്ടും കോറിലേഷനിലായി, മനസ്സിലായില്ലേ? സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് രണ്ടും വന്നു. അപ്പോൾ അതൊരു പോസിറ്റീവ് സിമ്പിളാണ്. ഇനി ബാങ്ക് അടിയിലേക്ക് ഉണ്ട് വരികയാണെങ്കിൽ നിഫ്റ്റി അടിയിലേക്ക് വരികയാണെങ്കിൽ അതും കോറിലേഷനാണ്. രണ്ടും അടിയിലേക്ക് വന്നു, കറക്റ്റ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തു. അങ്ങനത്തെ ലെവലിലൊക്കെ നമുക്ക് ഈസി ട്രേഡിങ് മെത്തേഡുകളുണ്ട്. ഇത് ഇത്തിരി ഡിഫിക്കൽട്ട് മെത്തേഡാണ് കോറിലേഷൻ ഇല്ലാത്ത ടൈമിൽ ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കി ട്രേഡ് ചെയ്യണവർ ഇതൊക്കെ ശ്രദ്ധിക്കുക. നമ്മളിനി പറയാൻ പോകുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസും വെച്ചിട്ട് ഈ കോറിലേഷൻ ഇല്ലാത്ത ടൈമിലും നമുക്ക് സ്ട്രൈക്കിൽ എൻട്രികൾ വന്നിട്ടുണ്ട്. സ്ട്രൈക്കിൽ നമ്മൾ നിഫ്റ്റിയിൽ ഒരു 150 പോയിൻറ്റിൻ്റെ മുകളിലൊന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് അടുത്തത്. ഇത് ജസ്റ്റ് നമുക്ക് അറിവിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കാര്യം പറയുന്നത്. സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിട്ട് തന്നെയാണ് നമ്മളും ചെയ്യണത്. അപ്പോൾ നിങ്ങളും ഇതൊക്കെ ചെയ്ത് പഠിക്കുക.
ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, സ്ട്രൈക്കിലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഇതൊക്കെ എനിക്ക് കിട്ടണ പോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം നിങ്ങൾ. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ വന്നിട്ട് ഈസിയായിട്ട് പഠിക്കാൻ പറ്റും. എന്നാൽ അടിപൊളി ഒരു ഇന്നത്തെ ട്രേഡിങ് നമ്മുടെ ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു. അതായത് നിങ്ങൾക്ക് സാധാരണ കോഴ്സ് കിട്ടുന്ന പോലത്തെ ഒരു ട്രേഡിംഗ് സെക്ഷൻ അല്ലായിരുന്നു ടെലിഗ്രാമിൽ ഇന്ന് ശരിക്കും തികച്ചൊരു പ്രൊഫഷണൽ ലെവലായിരുന്നു. എൻ്റെ കാര്യങ്ങളും ഞാൻ അതിൽ നെറേഷൻ ചെയ്തതൊക്കെ അങ്ങനെ തന്നെയാണ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള നെറേഷൻസ് ആയിരുന്നു ഫുള്ളും ഉണ്ടായിരുന്നു എന്ന്. ഞാൻ എന്തൊക്കെ കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നത് 2 ക്യാൻഡിൽസ് മാത്രം നോക്കിയിട്ടാണ്, ബയേഴ്സ് ക്യാൻഡിലും സെല്ലേഴ്സ് ക്യാൻഡിലും നോക്കിയിട്ടാണ്. അപ്പോൾ അത് മാത്രം പറയുമ്പോൾ ചിലവർക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ പഠിച്ചവരുണ്ടാവും, പകുതിയിൽ നിന്ന് പഠിച്ചവരുണ്ടാവും, കുറച്ച് പഠിച്ചവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെയും കൺഫ്യൂഷൻസ് ഉണ്ടാവും എങ്ങനെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ്. അതുപോലെ ഞാൻ പറയണില്ല വീഡിയോസിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ വാക്കനെ യൂസ് ചെയ്യണില്ലേ. അപ്പോൾ അവിടെയൊക്കെ എങ്ങനെയാണ് നമുക്ക് ട്രേഡ് ചെയ്യണമെന്ന് നമുക്ക് കുറേ ഡൗട്ടുണ്ടാവും. അതിൻ്റെ കുത്തരായിട്ടാണ് എന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ കൊടുത്തേക്കണത് 4 സ്ട്രൈക്കാണ്. 23,600 C, 23,600 P, 50,900 P, 51,000 C. ബാങ്ക് നിഫ്റ്റി ഞാൻ പ്രോത്സാഹിപ്പിക്കണില്ല ആരെയും മേടിക്കാൻ. അതിൻ്റെ റേറ്റ് കൂടുതലാണ്. റേറ്റ് കുറയുമ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റേറ്റ് കുറയും, അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ റേറ്റ് കുറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യാം. അല്ലാത്തവരുണ്ടെങ്കിൽ റേറ്റ് ഒന്നും പ്രശ്നമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്ട്രൈക്കിലൊക്കെ ട്രേഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ പെയ്ഡ് ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അഫോർഡബിൾ ആണ്, ബേസ്ഡ് ഓൺ മൈ ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. അങ്ങനെ നോക്കുമ്പോൾ അത് അഫോർഡബിൾ ആണ് എല്ലാവർക്കും. താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്യുക. ജനുവരി 1 തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ്, നാളെ തൊട്ടിട്ട്. അപ്പോൾ അതിൽ കണ്ടിന്യൂസ് ട്രേഡ്സ് വരും. അതിൽ വേറെയും കുറച്ച് സ്ട്രാറ്റജീസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ട്രേഡ് നമുക്ക് വന്നതും 23,600 P-യിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞു നിഫ്റ്റി ട്രേഡ് എടുക്കാൻ പറ്റേ കോറിലേഷൻ ഇല്ല. നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് കാണാം നിഫ്റ്റി നിൽക്കുന്നത് ഇങ്ങനെയാണ്. നിഫ്റ്റി സപ്പോർട്ടിൻ്റെ ജസ്റ്റ് ടോപ്പിലാണ്, ബട്ട് ബാങ്ക് നിഫ്റ്റി കൂടുതൽ ടോപ്പിലാണ് സപ്പോർട്ടിൻ്റെ. സോ ഒരു പ്രോബ്ലം ഉണ്ട്, അതാ ട്രേഡ് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ. നമ്മളെടുത്താണ് ട്രേഡ് P-യിലേക്കാണ്, അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? സപ്പോർട്ടിൻ്റെ മുകളിൽ നിഫ്റ്റി നിന്നു, ബാങ്ക് നിഫ്റ്റിയും മുകളിൽ നിന്നു. പക്ഷെ നമുക്ക് ആക്റ്റീവ് ആവുന്ന ട്രേഡ് ആ ടൈമിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. P-യിലേക്കാണ് ആക്റ്റീവ് ആയിക്കണത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ട്രേഡ് എടുക്കാൻ പറ്റുകയാണ്. കോറിലേഷൻ ഇല്ല. സ്ട്രൈക്കിൽ P-യിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ സ്പോട്ട് ഡയറക്ഷൻ വേറെയാണ്. അപ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 23,600 C ആണ്. നമുക്ക് പിന്നെ ഫസ്റ്റ് ആക്റ്റീവ് ആയിക്കുന്നത് 23,600 P തന്നെയാണ് ആക്റ്റീവ് ആയിക്കുന്നത്. പക്ഷെ തിരിച്ചു വന്ന സമയത്താണ് P ആക്റ്റീവ് ആയിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ക്യാനിൽ കണ്ടില്ലേ, ഈ റെഡ് ക്യാനിൽ എവിടെയാണ് നമുക്ക് ഫസ്റ്റ് ട്രേഡ് ആക്റ്റീവ് ആയിക്കണത്? 157 സംതിങ്ങിലാണ് ഫസ്റ്റ് ട്രേഡ് ആക്റ്റീവ് ആയിക്കണത് P. പക്ഷേ ആ സമയത്ത് നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സപ്പോർട്ടിൻ്റെ മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ട് വെക്കുന്നത്. അതായത് P സ്ട്രൈക്ക് ഡൗൺ ആവാനുള്ള സിനാരിയോ ആണ് സംഭവിക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുക്കണ്ടെന്ന് പറഞ്ഞത്. അത് സപ്പോർട്ടിൻ്റെ മുകളിലാണ് നിഫ്റ്റി നിൽക്കുന്നത്, ബാങ്ക് നിൽക്കുന്നത്. അപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റില്ല. അതങ്ങനെ തന്നെയാണ്. അതിന് വീക്കായി അടിയിലേക്ക് വന്നു. പിന്നെയാണ് നിഫ്റ്റി ഒന്ന് സപ്പോർട്ടിൻ്റെ അടിയിലേക്ക് വന്നത്. സപ്പോർട്ടിൻ്റെ അടിയിലേക്ക് വന്നപ്പോഴാണ് ഈ എൻട്രി പിന്നെയാണ് വരുന്നത്. സപ്പോർട്ടിൻ്റെ അടിയിലേക്ക് നിഫ്റ്റി വരുന്ന നേരത്ത് അപ്പോഴും ബാങ്ക് നിഫ്റ്റി മുകളിൽ തന്നെയാണ്, സപ്പോർട്ടിൻ്റെ മുകളിൽ തന്നെയാണ്. പക്ഷേ നിഫ്റ്റി അടിയിലേക്ക് വന്നു, ഒരു പവർ കാണിച്ചു അവിടെ നിഫ്റ്റി. ആ സമയത്താണ് നമ്മൾ ഇവിടെ എൻട്രി എടുത്തോന്ന് പറഞ്ഞത് ഞാൻ. ഇത് നമുക്ക് കാണാം. നമ്മൾ എടുത്തോടത്തുനിന്ന് തന്നെ 27 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് 1 വേയിൽ കിട്ടിയിട്ടുണ്ട് നിഫ്റ്റിയിൽ. ഇനി അതല്ല ലിമിറ്റ് ഓർഡർ ഇട്ടിരിക്കണവർക്ക് ആണെങ്കിൽ ഇത് ഫുൾ ടാർഗറ്റാണ്. ലിമിറ്റിൽ എടുക്കാൻ വേണമെങ്കിൽ ഇതിന്, അതായത് ഒരു 10 പോയിൻറ്റ് അസലിട്ടിട്ട് നമ്മുടെ സെയിം പ്രൈസ് തന്നെയാണിത്. 143.45 മേടിക്കാൻ പറഞ്ഞത് ഞാൻ. അതിൻ്റെ മുകളിൽ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 143 എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ സ്കാനിൽ കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ലിമിറ്റ് ഓർഡർ ഒന്ന് എടുക്കാം. എന്തായാലും ഒരു 10 പോയിൻറ്റ് അടിക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ പോരെ. അതാണ് പറയുന്നത്. ഒരു 10 പോയിൻറ്റ് നമ്മൾ റിസ്ക് എടുക്കുക, 250 രൂപ പോവുകയാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഇതാണ്, ഒരു 60 പോയിൻറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ടാർഗറ്റ് അവിടെ വരും. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞിട്ട് കണ്ടീഷൻ അവിടെ ഉണ്ട്. ബാങ്ക് നിഫ്റ്റി സപ്പോർട്ടിൻ്റെ മുകളിലാണ്, നിഫ്റ്റി സപ്പോർട്ടിൻ്റെ അടിയിലാണ്. അതാണ് അവിടുത്തെ മെയിൻ പ്രശ്നം അതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിസ്ക് എടുത്തൊക്കെ ഇതെടുക്കാം, ഒരു പ്രശ്നമൊന്നുമില്ല. സ്ട്രൈക്ക് പ്രകാരം നമുക്ക് ട്രേഡ് വരും. അതാണ് മെയിൻ ഇതിലത്തെ കൺസെപ്റ്റ്. ഇപ്പോൾ നിഫ്റ്റിയിൽ കോറിലേഷൻ ഇല്ല, ബാങ്ക് നിഫ്റ്റിയുടെ കോറിലേഷൻ ഇല്ല, അങ്ങനത്തെ സിനാരിയോ ആണ്. സ്ട്രൈക്കിൽ ട്രേഡ് വരും. രണ്ട് വഴിക്ക് പോയാലും നമുക്ക് ട്രേഡ് എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസം. നമുക്ക് കിട്ടുന്ന ട്രേഡ് നമ്മൾ എടുക്കും. അതാണ് അടുത്ത പോയിന്റ്. നിങ്ങൾക്ക് 50 പോയിന്റ് വേണമെങ്കിൽ നിങ്ങൾ റിസ്ക് എടുത്ത് ട്രേഡ് എടുക്കണം, എന്നാലേ പറ്റുള്ളൂ. കോറിലേഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് ട്രേഡ് എടുക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല. കോറിലേഷൻ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചും കിട്ടുമല്ലോ ട്രേഡ്. പിന്നെ ഇപ്പോൾ എന്താ പ്രശ്നം? ഇവിടെ നിന്ന് ഒരു 10 പോയിന്റ് ഇടുക, ഒരു 750 രൂപ. എന്നിട്ട് അത്യാവശ്യം ടാർഗറ്റിക്ക് 20, 30, 40, 50 ഒക്കെ ഇതിൽ കിട്ടിയിട്ടുണ്ട്, 60 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇറങ്ങാം. ഇനിയിപ്പോൾ ഇവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇവിടെ നിന്ന് ഒരു 10 പോയിന്റ് അടിയിലേക്ക് ഇടുക, ഈസി ആയിട്ട് ഈ ടാർഗറ്റിക്ക് ഇരിക്കുക, കുറച്ച് പോയിന്റ് കിട്ടും. അതായത് 1:2, 1:3 അടുത്ത് കിട്ടിയിട്ടുണ്ട്. മിനിമം 1:1 എടുത്ത് എല്ലാ ട്രേഡിലും ഇറങ്ങാൻ പറ്റാവുന്ന നിലയിൽ തന്നെയാണ് ഇന്നത്തെ ട്രേഡിങ്.
മിനിമം 1:1 പറയണത് കേട്ടോ. ഫുൾ ടാർഗറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല. നമ്മൾ പ്യുവർലി ചെയ്യണത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സക്സസ്ഫുൾ ആയിട്ടിരിക്കുക, ട്രേഡിംഗ് ഒക്കെ പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ട്രേഡിംഗ് പഠിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, അതാണ് പഠിപ്പ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക. ട്രേഡ് എടുക്കാൻ അറിയണം, സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിയണം, എവിടെയൊക്കെ ട്രേഡ് എടുക്കണം എന്ന് അറിയണം, നിഫ്റ്റി എങ്ങനെ നിൽക്കുമ്പോൾ ട്രേഡ് എടുക്കണം, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നിൽക്കുമ്പോൾ ട്രേഡ് എടുക്കണം. ഇതൊക്കെ ഇങ്ങനെ നിൽക്കണ നേരത്ത് സ്ട്രൈക്കിൽ എങ്ങനെ ട്രേഡ് എടുക്കണം, സ്ട്രൈക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആ ടൈമിൽ. എന്നാലും നമുക്ക് സ്ട്രൈക്കിൽ എടുക്കാൻ പറ്റുള്ളൂ, അപ്പോഴാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പഠിക്കുക. ഇതാണ് ഞാൻ പഠിപ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കണ പോലത്തെ എല്ലാ പാറ്റേൺസും പഠിക്കല്, എല്ലാ ലൈൻസും പഠിക്കല്, അങ്ങനെ സെറ്റപ്പൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. നമ്മൾ ഡയറക്റ്റ്ലി നിങ്ങളെ മാർക്കറ്റിലേക്കാണ് പഠിച്ചിട്ട് ഇടുന്നത്. നിങ്ങൾ മാർക്കറ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്ത് പഠിക്കുന്നത്. അത്രയും മൈൻഡ് സെറ്റ് ബിൽഡാക്കിയിട്ടാണ് നിങ്ങളവിടുന്ന് വിടണുള്ളൂ. പഠിച്ച് കഴിഞ്ഞാൽ മനസ്സിലായാലും നിങ്ങൾക്ക് മൈൻഡ് സെറ്റും വരും, എടുക്കാനും പറ്റും. ഇനി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോറിലേഷൻ ഇല്ല. ഇപ്പം ഞാൻ കോറിലേഷനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു. സപ്പോർട്ടിൻ്റെ മുകളാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്, സപ്പോർട്ടിൻ്റെ അടിയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി എടുക്കും? കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി എടുക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ 2 ക്വാണ്ടിറ്റി എടുക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ 1 ക്വാണ്ടിറ്റി എടുക്കണം. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്കാർ ഇത് രണ്ടും കോറിലേഷൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കണ ഡെയിലി എടുക്കണ ഫുൾ ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു 50% അവിടെ ക്വാണ്ടിറ്റി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ കോറിലേഷൻ വന്ന ടൈമാണ്, അതായത് ഈ ക്യാനിലൊക്കെ 10:52 ഈ ക്യാനിലൊക്കെ കോറിലേഷനായി. അത് ഞാൻ പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആ ടൈമിൽ. ഇപ്പം ഞാൻ പറയുന്നത് ക്വാണ്ടിറ്റിയുടെ കാര്യമാണ്. അപ്പോൾ കോറിലേഷൻ കറക്റ്റായി വരുന്ന നേരത്തെ നിങ്ങൾ ഫുൾ ക്വാണ്ടിറ്റി ഡിപ്ലോയ് ചെയ്തേക്ക്. മനസ്സിലായില്ലേ? നിങ്ങളിപ്പോൾ 100 ലോട്ട് എടുക്കുന്ന ആളാണെങ്കിൽ 100 എടുത്തേക്ക്. ഇനി അവിടെ കൺഫ്യൂഷൻ വരരുത്. ക്വാണ്ടിറ്റി എടുക്കുന്ന സമയത്ത് ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻസ് ഇവിടെ തീരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. സ്ട്രൈക്കിൽ എടുക്കുമ്പോൾ ഞാനത് സെപ്പറേറ്റ് സ്ട്രൈക്കിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സ്പോട്ടിൽ ഇങ്ങനെയാണ്. കോറിലേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ 50% ക്വാണ്ടിറ്റി ഡിപ്ലോയ് ചെയ്യുക. കോറിലേഷനൊക്കെ ആയി കറക്റ്റ് റണ്ണിങ് പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 100% ഡിപ്ലോയ് ചെയ്യുക. കറക്റ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, എന്നിട്ട് ട്രേഡ് എടുക്കുക. അടുത്ത് നമുക്ക് ആക്റ്റീവ് ആക്കുന്നത് 50,900 PE ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഇത് 8:30 കൊടുത്തതാണ്. അതിന് സെപ്പറേറ്റ് ഞാൻ പറയണില്ല. അല്ലാതെ 8:30 മുമ്പ് കൊടുക്കണം തന്നെയാണ്. ടെലിഗ്രാമിൽ കയറിയിരിക്കണവർക്ക് അറിയാം. പുതിയത് കാണുന്നവർക്ക് സംശയം ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ കയറി നോക്കുക. ഓക്കെ, 50,900 PE ആണ് അടുത്ത് ഞാൻ കൊടുത്തത്. ബാങ്ക് നിഫ്റ്റിയിലാണ്. അത് ആക്റ്റീവായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളോട് ശ്രദ്ധിക്കുക. ഇവിടെ 50,900 എന്ന് പറഞ്ഞ ഈ റേഞ്ച് സ്ട്രൈക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ട്രൈക്ക് നിങ്ങൾ നോക്കുക. 836.50 മുകളിൽ പോകുമ്പോൾ സെല്ലേഴ്സ് റേഷ്യോ കണ്ട മേടിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ബാങ്ക് നിഫ്റ്റി എന്താ ചെയ്യേണ്ടതെന്നാണ്. ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് അത് PE ആണ് നമ്മൾ സ്ട്രൈക്ക് എടുത്തേക്കണത്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സപ്പോർട്ടിൻ്റെ മുകളിലാണ് ബാങ്ക് നിഫ്റ്റി സ്പോട്ട് നിൽക്കുന്നത്. എന്നിട്ടും PE നമുക്ക് ആക്റ്റീവായി ട്രേഡ്. മനസ്സിലായില്ലേ? CEയിലേക്കാണ് ബാങ്ക് നിഫ്റ്റി പോണത്, എന്നിട്ട് നമുക്ക് PEയിലേക്കാണ് ട്രേഡ് ആക്റ്റീവ് ചെയ്യണത്. അപ്പോൾ സ്ട്രൈക്കിൽ ഇത് ഫസ്റ്റ് വരും. അതായത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഡൗൺഫോൾ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. ഈ ഇത്രയും ഡൗൺഫോൾ ഈ സമയത്താണ് ഈ ട്രേഡൊക്കെ ആക്ടിവേറ്റ് ആവണത്. അപ്പോൾ നമുക്ക് സപ്പോർട്ടിൻ്റെ മുകളിൽ തന്നെയാണ്, ടെൻഷൻ തന്നെയാണ് കാര്യങ്ങൾ. അത് ആ സപ്പോർട്ടിൻ്റെ അടിയിലേക്ക് വന്നാലേ ഉള്ളൂ അവിടെ ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഫുൾ പ്രോഫിറ്റിക്ക് പോകണമെങ്കിൽ സപ്പോർട്ടിൻ്റെ അടിയിലേക്ക് വരണം. പക്ഷേ നമുക്ക് സ്ട്രൈക്കിൽ ഇവിടെ കാണും. സ്ട്രൈക്കിൽ നമുക്ക് അവിടെ ട്രേഡ് ആക്ടിവേറ്റ് ആയി ആ ടൈമിലേക്ക്. റിസ്ക് എൻട്രീസ് ആണ്, പക്ഷേ എടുക്കണവർക്ക് എടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കണ്ടീഷൻ ആക്റ്റീവായി. നമ്മുടെ കണ്ടീഷൻ തൊട്ടോ PEയിലേക്കാണെങ്കിലും CEയിലേക്കാണെങ്കിലും സ്പോട്ട് പ്രകാരമല്ല പറയണത്. സ്പോട്ടിൽ എന്ത് സംഭവിച്ചാലും PEയിലേക്കാണെങ്കിലും CEയിലേക്കാണെങ്കിലും ബയേഴ്സ് ലോസ് ചെയ്ത ശേഷം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ബയേഴ്സ് ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 836.50 മുകളിൽ അത് പ്രത്യേക ഒരു പ്രൈസാണ്. അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ പ്രോപ്പർ സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഈ സെല്ലേഴ്സിൻ്റെ റിജക്ഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം 31 പോയിന്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ 31 പോയിന്റ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാങ്ക് നിഫ്റ്റി സപ്പോർട്ടിൻ്റെ മുകളിലാണ്. നിങ്ങളവിടെ 1:1 എടുത്ത് ഇറങ്ങണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലായില്ലേ? അതാണ് സപ്പോർട്ടിൻ്റെ മുകളാണ് കുറേ നേരമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സപ്പോർട്ടിൻ്റെ മുകളിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുമ്പോൾ CE ആണ് ശരിക്കും ആക്ടിവേറ്റ് ആവേണ്ടത്. നമുക്ക് ഇവിടെ PE ആക്ടിവേറ്റ് ആകേണ്ടത്. അപ്പോൾ എന്ന് വെച്ചാൽ റിസ്ക് ഉണ്ട്, അവിടെ റിസ്ക് എലമെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1:1 എടുത്ത് അവിടെ ഇറങ്ങാം. ഹോൾഡ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. അല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അതാണ് പ്രശ്നം. നമുക്കത് 1:1 ഈ സ്ട്രൈക്ക് നമുക്ക് ആക്ടിവേറ്റ് ആകുന്നത്. പക്ഷേ അതിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇങ്ങനെയാണ്. സ്ട്രൈക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. സ്ട്രൈക്കിൽ നമുക്ക് എല്ലാതും ഫസ്റ്റ് വരും. എൻട്രികളൊക്കെ നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്കിൽ കിട്ടും. അതാണ് സ്ട്രൈക്കിൻ്റെ ഒരു പ്രത്യേകത.
നമ്മളിപ്പോൾ ഏത് സപ്പോർട്ടാണെങ്കിലും റെസിസ്റ്റൻസ് ആണെങ്കിലും ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പേ സ്ട്രൈക്കിൽ നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആവും. 1 മിനിറ്റാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമുക്ക് എൻട്രികൾ കിട്ടും. ആ സമയത്ത് മേ ബി ഇത് ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് എൻട്രി എടുത്തുകയാണെങ്കിൽ പ്രോഫിറ്റിൽ ഇരിക്കാൻ പറ്റും കറക്റ്റായിട്ട്. ഇത് ബ്രേക്ക് ചെയ്യണ നേരത്തെ എൻട്രി എടുക്കാം. മനസ്സിലായി? ഇത് 2 ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ബേസിക്കലി സ്ട്രൈക്കിലാണ് ഈ പറഞ്ഞ ഫണ്ടൊക്കെ ഇടുന്നത് ആൾക്കാർ. ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെയും ഫണ്ട് ഇടുന്നത് സ്ട്രൈക്കിലാണ്. സ്പോട്ടിൻ്റെ ഉള്ളിൽ നല്ല പോയിട്ട് ഫണ്ടിങ് നടത്തണത്. സ്പോട്ട് എന്ത് തലകുത്തി പറഞ്ഞാലും കാര്യമില്ല, സ്ട്രൈക്കിൽ വന്നാലുള്ളൂ നമുക്ക് എൻട്രി. ഇപ്പോൾ ഇവിടെ നമുക്ക് സപ്പോർട്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന ബാങ്ക് നിഫ്റ്റിയിൽ ഈ 30 പോയിന്റ് പിടിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവിടെ സർട്ടേൺ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈങ് റിജക്റ്റ് ആക്കിയോണ്ടാണ് നമുക്ക് അവിടെ ഒരു ബുള്ളിഷ്, ഈ ഒറ്റ ക്യാനിൽ ബുള്ളിഷ് കിട്ടിയത്. അതാണ് ഈ ഗ്രീൻ ക്യാനിൽ നിങ്ങൾ കാണുന്ന ഈ ഗ്രീൻ ക്യാനിൽ ഒറ്റ ക്യാനിലാണ് ഇത് ഒറ്റയടിക്ക് ഈ ഒരു ക്യാനിൽ തന്നെ 30 പോയിന്റ് ഉണ്ട്. അതെന്താ സംഭവം? അതവിടെ അത്രയും ഫണ്ട് അവിടെ ഇട്ടിട്ടുണ്ട്. ആ ഫണ്ടിൻ്റെ ഒരു ബലത്തിലാണ് ഈ ഒറ്റ ക്യാനിൽ 30 പോയിന്റ് അവിടെ തന്നേക്കണത്. അപ്പം അതൊക്കെ മനസ്സിലാക്കാനുള്ള അതിൻ്റെ ഉള്ളിൽ പ്രത്യേക ലെവൽസിൽ പ്രത്യേക രീതിയിലുള്ള റിജക്ഷൻസ് വരുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക. നമ്മൾ സ്പോട്ട് ചാർട്ട് വെച്ച് ട്രേഡ് എടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. സ്ട്രൈക്കിലേക്ക് കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ട്രേഡുകൾ നമുക്ക് ഡെയിലി കിട്ടും. ഈസി ആയിട്ട് 1:1 ഈസി ആയിട്ട് എടുത്ത് പോകാൻ പറ്റുന്ന കുറേ ട്രേഡുകൾ കിട്ടും 1 മിനിറ്റിൽ നോക്കുക. പിന്നെ ലിമിറ്റ് ഓർഡർ ട്രേഡേഴ്സ് ഗെറ്റ് 50 പോയിന്റ്സ്. അത് നേരത്തെ പറഞ്ഞതാണ് 21,600 പി. ആ ലിമിറ്റിക്ക് വന്നിട്ട് 60 പോയിന്റ് മുകളിൽ വേണ്ടത്. അത് നമുക്ക് 50 പോയിന്റ്സ് ആണ്. ഞാൻ പറഞ്ഞ പ്രൈസിൽ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ നമുക്ക് ആക്റ്റീവായ ട്രേഡ് 21,600 സി ആണ്. ഇനി സിയിലേക്കാണ് കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ സി വരാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തത് 10.21 കൊടുത്തത്. അത് നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ 10.21 എൻ്റെ എൻട്രി കൊടുത്തത്. 10.21 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ക്യാനിലാണ്. ഈ ഗ്രീൻ ക്യാനിലാകുമ്പോഴാണ് എൻട്രി കൊടുത്തത്. മുകളിലേക്ക് പോയി സെല്ലേഴ്സ് കണ്ടു കഴിഞ്ഞാൽ മേടിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ നോക്കണം നിഫ്റ്റിയിലേക്കാണ് വരേണ്ടത്. അപ്പോൾ നിഫ്റ്റിയിലത്തെ സ്പോട്ട് ചാർട്ടിലേക്ക് വരേണ്ടത്. ട്രേഡ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത് 10.27 ഞാൻ ട്രേഡ് കൊടുക്കുന്നത് 10.21 10.21 എവിടെ സ്പോട്ട് നിൽക്കണം നോക്കുക നിങ്ങൾ. സ്പോട്ട് നിൽക്കുന്നത് ഇവിടെയാണ്. ഈ റെഡ് ക്യാനിലാണ് സ്പോട്ട് നിൽക്കുന്നത്. ഈ സമയത്ത് സ്ട്രൈക്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള എൻട്രി. ഇനി എൻട്രി ആക്ടിവേറ്റ് ആകുന്നത് 10.27 ഇതാണ് നിങ്ങൾക്ക് കാണാം. ഈ പെർട്ടിക്കുലർ ക്യാൻഡിലാണ് 10.27 ഈ ക്യാൻഡിൽ. ഈ ക്യാൻഡിലാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. എവിടെ? സ്പോട്ടാണ്. സ്പോട്ടിൽ ട്രേഡ് ആക്ടിവേഷൻ 10.27 ഇവിടെയാണ് വന്നേക്കണത്. പിന്നെ അത് ഡൗണിലേക്ക് വരികയായിരുന്നു. പക്ഷേ സ്ട്രൈക്കിൽ എന്ത് സംഭവിച്ചു? നമുക്ക് സ്ട്രൈക്ക് പ്രകാരം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് 10.21 എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ലെവലിക്ക് വരുമ്പോൾ മേടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രി 10.21 കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആക്റ്റീവ് ആയിക്കുന്ന ടൈം കൂടെ നോക്കി അറിയാം. 10.24 സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു, റിജക്ഷൻ കിട്ടി, കറക്റ്റ് ലിമിറ്റ് ഓടുന്ന എൻട്രി കിട്ടി. 10.24 തന്നെ നമുക്ക് എൻട്രി ആക്ടിവേറ്റ് ആയി. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്കിലാണ് ഇത് ഫസ്റ്റ് ആക്ടിവേറ്റ് ആയിരുന്നത്. സ്ട്രൈക്കിൽ ഫസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ട് എന്താ സംഭവിച്ചാണ് നിങ്ങൾ നോക്കുക. കറക്റ്റ് 20 പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് 2 ക്യാൻഡിലിൽ. ഈ സമയത്ത് നിഫ്റ്റിയിൽ സ്പോട്ടിൽ ട്രേഡ് ചെയ്യണവർക്ക് എൻട്രി ആക്ടിവേറ്റ് ആയിട്ട് ഡയറക്റ്റ്ലി എസ് എല്ലാണ് പോയിക്കണത്. സ്പോട്ട് പ്രകാരം ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എസ് എൽ പോയി. എന്നിട്ടാണ് പിന്നെ അത് എൻട്രിലേക്ക് വന്നതാണ്. നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെയും നമ്മുടെ ഈ 10 പോയിന്റ് എസ് എൽ പോയിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ 20 പോയിന്റ് ക്യാച്ച് ചെയ്തിട്ടാണ് ഈ 10 പോയിന്റ് പോയിക്കണത്. പക്ഷേ ഞാൻ എസ് എൽ ആയിട്ടൊന്നും കൂട്ടണില്ല. നമ്മൾ 1:2 അടിച്ചേക്കണത്. പിന്നെ ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇതേ ലെവലിക്ക് തിരിച്ചു വരുന്ന നേരത്ത് സെല്ലേഴ്സ് റേഷൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും മേടിക്കാമെന്ന് പറഞ്ഞത്. ഇനി സെല്ലേഴ്സ് റേഷൻ നോക്കുക നിങ്ങൾ. ഇവിടെ കിട്ടിയാണത് 10.34 നിഫ്റ്റിയിൽ എവിടെയാണ് സെല്ലേഴ്സ് റേഷൻ? ഇവിടെ ഒരു സെല്ലേഴ്സ് റേഷൻ. അത് നമുക്ക് എസ് എൽ വന്നു. സ്പോട്ട് പ്രകാരം എടുക്കണവർക്ക് അത് എസ് എൽ ആണ്. നമ്മൾ സ്ട്രൈക്ക് പ്രകാരം ചെയ്യണോണ്ട് നമ്മൾ എപ്പോഴും എല്ലാത്തൊന്നും രക്ഷപ്പെടും. അതാണ് അതിൻ്റെ പ്രത്യേകത. സ്പോട്ട് പ്രകാരം ചെയ്യണവർക്ക് എൻട്രി വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടാണ് ഇതാണ് അവരുടെ എൻട്രി 10.56 ഈ ക്യാൻഡിൽ അത്രയും ദൂരത്ത്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ കിട്ടിയാൽ നമുക്ക് സെല്ലേഴ്സ് റേഷൻ, ഈ സെല്ലേഴ്സ് റേഷൻ നമുക്ക് ഇവിടെ എവിടെയും വന്നിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ബോഡി ലോസ് ഒക്കെ അടിയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ എൻട്രികളില്ല മെയിനായിട്ട് സ്പോട്ട് പ്രകാരം. സ്പോട്ടിൽ അടുത്ത് വന്ന എൻട്രി ഈ ഏറ്റവും ടോപ്പിലാണ് 10.56. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം. അതായത് സ്പോട്ട് പ്രകാരം ചെയ്യണവർക്ക് ഇവിടെ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് 10, 20, 30 എത്രയാണെന്ന് വെച്ചിട്ട് ഇടാം. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാം, പ്രശ്നമില്ല. ശരിക്കും സ്പോട്ട് പ്രകാരം എൻട്രി ആക്ടിവേറ്റ് ആയി. കുറച്ച് കഴിഞ്ഞിട്ട് നിഫ്റ്റി ബുള്ളിഷായി. അതാ പിന്നെ കാണുന്നത്. മനസ്സിലായില്ലേ? സ്പോട്ട് പ്രകാരം ഇത് ഇങ്ങനെയാണ് വരിക. പക്ഷേ സ്ട്രൈക്ക് പ്രകാരം നമുക്ക് ഫസ്റ്റേ കിട്ടി സംഭവം. നമുക്ക് 10.24 ഇവിടെ കിട്ടി നമുക്ക് എൻട്രി. 10.25 നിങ്ങൾക്ക് ലിമിറ്റ് ഓർഡറിൽ എൻട്രി കിട്ടി. എന്നിട്ടാണ് നമ്മൾ ഇതിന് ഇരുന്നത്.
പക്ഷേ നമുക്ക് പിന്നെ എൻട്രി കിട്ടി. നമുക്ക് അവിടെ 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചവർക്ക് പിന്നെ എൻട്രി കിട്ടി. നിങ്ങൾക്ക് കാണാം ഈ സെല്ലേഴ്സ് റിലേഷൻ വന്നു, പിന്നെ എൻട്രി എടുക്കുക. സെയിം പ്രൈസിൽ തന്നെ സെല്ലേഴ്സ് റിലേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എൻട്രി എടുക്കാന്ന് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോസിൽ. അപ്പോൾ ഈ സെല്ലേഴ്സ് റിലേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കുക, ഒരു പ്രശ്നമില്ല. ആ ട്രേഡ് നിങ്ങൾ നോക്കുക, 10 പോയിന്റ് എത്ര ഈസി ആയിട്ടാണ് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത്. എന്നിട്ടാണ് ഈ 50 പോയിന്റ് പോയിക്കണത് ഈസി ആയിട്ട്. ഇത്രയും ക്യാൻഡിൽസ് നിഫ്റ്റിയിൽ നമുക്ക് സെല്ലേഴ്സ് റിലേഷൻ ഇല്ലാണ്ട് കിട്ടിയില്ലേ, പോയില്ലേ. ഈ ക്യാൻഡിൽസാണ് നമുക്കവിടെ പ്രോഫിറ്റ് തന്നാണത് മെയിനായിട്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്. സ്പോട്ട് പ്രകാരം ചെയ്യുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. സ്പോട്ട് പ്രകാരം ചെയ്യണവർ സ്ട്രൈക്കും കൂടി ശ്രദ്ധിച്ച് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മാജിക്കുകൾ കിട്ടും. അതാണ് ബേസിക്കലി ഞാൻ ഇതുകൊണ്ടൊക്കെ പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റത്തെ ട്രേഡായിരുന്നു. നമുക്ക് ഇതിലും പ്രോപ്പർ 70 പോയിന്റ് രണ്ടും കൂടിയിട്ട് നമുക്ക് 70 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിലൊരു 20 പോയിന്റ് കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് എസ്എല്ലിക്ക് പോയി. ഇതിൽ പ്രോപ്പർ 50 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ 1:1, അതായത് 10 പോയിന്റ് നിഫ്റ്റിയിൽ എടുക്കുക, 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് എടുക്കുക. ഇങ്ങനത്തെ മെന്റിലിരിക്കുക ബിഗിനർ ആണെങ്കിൽ. അല്ല അത്യാവശ്യം നല്ല പ്രോ ട്രേഡറൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എവിടെയാണെന്ന് വെച്ചാൽ ഇറങ്ങുക. മനസ്സിലായില്ലേ? അത്യാവശ്യം മൈൻഡ് സെറ്റൊക്കെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ അങ്ങനെ ഇരിക്കുക. നമ്മൾ തരുന്ന ലെവൽസൊക്കെ അത്രയും അടിപൊളി ലെവൽസിൽ ഞാൻ ട്രേഡിങ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതായത് സ്പോട്ട് ചാർട്ടിൽ റെസിസ്റ്റൻസ് സപ്പോർട്ട് പ്രകാരം സ്ട്രൈക്കിലേക്ക് വന്നിട്ട് അതിലത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്ട്രൈക്കിൽ നമ്മൾ എപ്പോഴും റെസിസ്റ്റൻസുകളാണ് എടുക്കുന്നത് കേട്ടോ. പി സൈഡ് ആണെങ്കിലും സി സൈഡ് ആണെങ്കിലും സ്ട്രൈക്കിൻ്റെ റെസിസ്റ്റൻസ് ഓരോ പ്രൈസ് ഞാൻ തരുന്നത് എല്ലാ റെസിസ്റ്റൻസാണ്. ഫസ്റ്റ് മനസ്സിലാക്കുക, ഞാൻ തരുന്ന എല്ലാ പ്രൈസുകളും റെസിസ്റ്റൻസാണ് ആ പ്രൈസിൻ്റെ. അപ്പോൾ അവിടേക്ക് എത്തുമ്പോൾ ബയ്യേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യുമ്പോൾ അത് പോയിക്കണത് അവിടെ ഓൾറെഡി ഹോൾഡിങ്ങിലുള്ള സെല്ലേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവരവിടെ പാനിക്കായി അവരുടെ എൻട്രികളൊക്കെ അവർ ക്ലിയർ ആക്കും. ആ ക്ലിയർ ആക്കുന്നതോട് കൂടിയിട്ടാണ് ബയ്യേഴ്സിൻ്റെ പുഷ് വരുന്നത് അവിടെ. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ടാർഗറ്റിക്ക് പോണത്. ചില സമയത്ത് സ്റ്റോപ്പ് ലോസിക്ക് വീക്കായിട്ട് വരുന്നതാണ്, പിന്നെയും തിരിച്ച് കയറുമ്പോൾ പിന്നെയും പ്രോഫിറ്റിക്ക് പോകുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സ്ട്രൈക്കിലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് എൻട്രികൾ കിട്ടുക. നിങ്ങൾ സ്പോട്ട് ചാർട്ട് നോക്കിയിട്ട് ചെയ്തോ, പ്രശ്നമില്ല. നമ്മൾ സ്പോട്ട് ചാർട്ട് നോക്കിയിട്ട് തന്നെയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെയാണ് കോറിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ റേഞ്ചിലാണെന്നൊക്കെ പറയാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യണ നേരത്ത് സ്ട്രൈക്കിലേക്ക് വന്ന് ചെയ്യണ നേരത്ത് സ്ട്രൈക്ക് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നിങ്ങൾ നോക്കുക. സ്ട്രൈക്കിലാണ് അതൊക്കെ ഫസ്റ്റ് ആക്റ്റീവ് ആവുള്ളൂ. സ്പോട്ട് പ്രകാരം ചിലപ്പോൾ നമുക്ക് ആക്റ്റീവ് ആവില്ല. ക്ലോസ് ചെയ്താൽ അപ്പോൾ തന്നെ ട്രേഡ് എടുക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ സ്പോട്ടിലെത്തും. അതാണ് ഒരു ബാഡ് എനിക്ക് പറയാനുള്ളൂ സ്പോട്ടിനെ പറ്റിയിട്ട്. വേറെ പ്രത്യേകിച്ച് എനിക്ക് ബാഡൊന്നുമില്ല സ്പോട്ടിൻ്റെ ഉള്ളിലൊന്നും പറയാൻ വേണ്ടിയിട്ട്. സ്പോട്ട് ചാർട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കാം. അത് പക്ഷേ നമ്മൾ ക്യാൻഡിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ തന്നെ ബുള്ളിഷ് ട്രെൻഡ് കാണിക്കും സ്പോട്ട്. അപ്പോൾ അതിൽ ഒറ്റയടിക്ക് നമുക്ക് പ്രോഫിറ്റുകളൊക്കെ സ്പോട്ടിലും കിട്ടും. നമ്മൾ ഇത്തിരി അഡ്വാൻസ്ഡ് മെത്തേഡ് ആയതുകൊണ്ട് സ്ട്രൈക്കിലാണ് ചെയ്യണത്. അപ്പോൾ അത് ഇത്തിരി അഡ്വാൻസ്ഡ് ലെവലിൽ ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. പക്ഷേ സ്പോട്ടിനേക്കാൾ എന്തുകൊണ്ടും ഫാസ്റ്റിൽ കിട്ടുന്നത് സ്ട്രൈക്കിലാണ്. ഒരു കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പോട്ടും കൂടി നോക്കുക, അത്രേ ഉള്ളൂ. ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം മൈൻഡ് സെറ്റൊക്കെ ബിൽഡ് ചെയ്യുക. മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാണ്ടൊന്നും ഇതിൻ്റെ ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റില്ല. മൈൻഡാണ് നിങ്ങളുടെ എല്ലാവരും തീരുമാനിക്കണം ട്രേഡിങ്ങിൻ്റെ ഉള്ളിൽ. സൈക്കോളജി എന്ന് വലിയ വാക്കാണ്, പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വില്ലൻ. ട്രേഡിങ്ങിലെ വില്ലൻ മൈൻഡ് സെറ്റാണ്. അതെപ്പോൾ ബിൽഡ് ആവണം അപ്പോൾ നമുക്ക് സക്സസ് എന്ന് പറഞ്ഞ സംഭവത്തേക്ക് എത്തുള്ളൂ. ലോട്ട് സൈസ് കൂടുതൽ എടുക്കണവരുടെ കാര്യം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലേ, നിങ്ങൾ പ്രീവിയസിലേക്ക് പോയിട്ട് ഒന്നുകൂടെയും കാണുക. ലോട്ട് സൈസ് കൂടുന്നവർ സപ്പോർട്ട് റെസിസ്റ്റൻസ് കോറിലേഷൻ ഇല്ലെങ്കിൽ ലോട്ട് സൈസ് നിങ്ങൾ എടുക്കണത് കുറച്ചൊന്ന് കുറയ്ക്കുക, പകുതിയിലേക്ക് വെക്കുക. രണ്ടും കോറിലേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ലോട്ടിൽ ട്രേഡ് ചെയ്തോ, ഫുൾ എമൗണ്ട് എടുത്ത് ട്രേഡ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇടാതെ ട്രേഡ് ചെയ്യണ്ട. സ്റ്റോപ്പ് ലോസ് പോയാലും പ്രശ്നമില്ല, അടുത്ത ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ ഡബിൾ കിട്ടും. അപ്പോൾ അത്രയുള്ള ഗൈസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പ്രീവിയസ് വീഡിയോസ് കാണുക. നിങ്ങൾ മസ്റ്റ് ആയിട്ട് എൻ്റെ പ്രീവിയസ് വീഡിയോസ് കാണുക, അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഈ വീഡിയോ റിപ്പീറ്റ് അടിച്ച് കാണുക. അത്യാവശ്യം നല്ല ഇൻഫർമേഷൻ തന്നെയാണ് ഇതിൽ തന്നേക്കണത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ കാണണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ കയറുക. ഫ്രീ ടെലിഗ്രാമാണ്. അതിൽ കയറിയിട്ട് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നോക്കുക. അതിൽ കുറച്ച് വോയിസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. മാർക്കറ്റ് ടൈമിനിട്ട വോയിസുകളാണല്ലോ അതൊക്കെ ഒന്ന് വൃത്തിക്ക് കേൾക്കുക. അതിലൊക്കെ അടിപൊളി കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് ഞാൻ ഇന്ന് കറക്റ്റായിട്ട് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ട്രേഡ് ചെയ്യുക, അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഈസിയായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അതൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടി ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതുള്ള കാഴ്ചത്തെ വീഡിയോ ഇത്തിരി ലോങ് ആയെന്നാണ് വിചാരിക്കണത്. അപ്പോൾ അത്യാവശ്യം കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് ലോങ് ആയിക്കണത്. നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രീവിയസിലേക്ക് ഒന്നുകൂടിയും പോയിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഇത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ, അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ നാളെ ഒരു അടിപൊളി ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.